കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ തുടച്ചു നീക്കുന്നതിന് എല്ലാ സർക്കാർ വകുപ്പുകളും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. വനിതാ ശിശുവികസന വകുപ്പിന്റെ കുട്ടിക്കുപ്പായം പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. എല്ലാ ജില്ലകളെയും സമ്പൂർണ്ണ ശിശു സൗഹൃദമാക്കി മാറ്റും. മനുഷ്യത്വപരമായ സമീപനമായിരിക്കണം സർക്കാർ വകുപ്പുകളുടെ മുഖമുദ്രയെന്നും മന്ത്രി പറഞ്ഞു. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ പൂർണ്ണമായും തുടച്ചു നീക്കുന്നതിന് എല്ലാ സർക്കാർ വകുപ്പുകളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ ചൂണ്ടിക്കാട്ടി. കൊല്ലം ജില്ലയിലെ ചിൽഡ്രൻസ് ഹോമുകളിൽ കഴിയുന്ന കുട്ടികൾക്കായി പൊതുജനങ്ങളിൽ നിന്നും സന്നദ്ധ സംഘടനകളിൽ നിന്നും വസ്ത്രങ്ങൾ സംഭാവനയായി സ്വീകരിക്കുന്ന വനിതാ ശിശുവികസന വകുപ്പിന്റെ കുട്ടിക്കുപ്പായം പദ്ധതി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. എല്ലാ ജില്ലകളെയും സമ്പൂർണ്ണ ശിശു സൗഹൃദമാക്കി മാറ്റുകയാണ് ലക്ഷ്യം. മനുഷ്യത്വപരമായ സമീപനമായിരിക്കണം സർക്കാർ വകുപ്പുകളുടെ മുഖമുദ്ര. കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും മികച്ച സുരക്ഷിതത്വവും സംരക്ഷണവും ഉറപ്പാക്കാൻ എല്ലാവർക്കും ഒരുപോലെ ഉത്തരവാദിത്തമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഒരു കുഞ്ഞിൻ്റെ കാര്യമാണെങ്കിലും മറ്റെല്ലാം മാറ്റിവെച്ച് നമ്മൾ ഒടി വരും. കാരണം കുഞ്ഞുങ്ങളെക്കാൾ വലുതായി നമുക്കൊന്നും തന്നെ ഇല്ല. ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും അച്ഛനമ്മമാർക്കും കുടുംബക്കാർക്കും മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും കുഞ്ഞു മക്കളാണ്. അവർക്കൊരാവശ്യം വന്നാൽ അവരെ കുറുമ്പുണ്ടെങ്കിൽ പോലും അവരെ കുട്ടിക്കുറുമ്പുകളും അവരുടെ കളിച്ചിരികളും അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളുമാണ് നമ്മളെ ഈ ടെൻഷൻ്റെ ഇടയിൽ സത്യം പറഞ്ഞാൽ ചിരിപ്പിക്കുന്നത്. ഞാനടക്കം മന്ത്രിയായിട്ട് അധിക ദിവസമായില്ല, ഈ മാസം 18-നാണ്. പക്ഷെ ഇതിനിടയിൽ എത്രയെത്ര കുഞ്ഞുങ്ങളുടെ കാര്യവുമായിട്ട് പോകുന്ന വഴിക്കെല്ലാം ഒരു കുഞ്ഞിനെ കാണുമ്പോൾ നമ്മുടെ ടെൻഷനും മറക്കും, നമ്മുടെ പ്രശ്നങ്ങളും മറക്കും, മറ്റുള്ളവർ ആവലാതികളും ഒക്കെ അതിന് ശേഷമുള്ളൂ. കുഞ്ഞുങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് മറ്റെന്ത്. ഓരോ സംഭവങ്ങളും നെഞ്ചുലയ്ക്കുന്നതാണ്. ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ മലയാളിയെ വേദനിപ്പിച്ചത് ആ 1.5 വയസ്സുകാരൻ്റെ മരണമാണ്. ചിന്തിക്കാൻ പോലും ആയില്ല. ആദ്യം സോഷ്യൽ മീഡിയയിൽ ഒന്ന് കണ്ടു, പിന്നെ വാർത്താ മാധ്യമങ്ങളിൽ കണ്ടു. എൻ്റെ ഭീകരത മനസ്സിലായപ്പം മനുഷ്യരായി പിറന്നവർക്ക് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നു എന്ന് മനസ്സിലാകുന്നില്ല. അത് കഴിഞ്ഞ് അടുത്ത ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരാൾ ഒരു ലിങ്ക് അയച്ചിരുന്നു, ഒരു കുഞ്ഞിനെ ഇട്ട് ഒരു സ്ത്രീ ഉപദ്രവിക്കുന്നു. ഒന്നും കാണാനുള്ള ശക്തി നമുക്കില്ല എന്ന് പറയുമ്പോൾ അതിനൊക്കെ ശക്തമായി ഇല്ലാതാക്കാൻ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഒത്തൊരുമിച്ച് നിൽക്കണം. ഒരു കുഞ്ഞിൻ്റെയും കണ്ണ് നിറയാനോ നെഞ്ച് കലങ്ങാനോ നമ്മൾ അനുവദിക്കും. കുട്ടിക്കുപ്പായം പദ്ധതിയിലൂടെ വസ്ത്രങ്ങൾ സംഭാവനയായി സ്വീകരിച്ച് അർഹരായ കുട്ടികൾക്ക് എത്തിക്കും. വസ്ത്രങ്ങൾ നിക്ഷേപിക്കുന്നതിനായി സിവിൽ സ്റ്റേഷനിലെ വനിതാ ശിശുവികസന ഓഫീസിന് മുന്നിൽ പെട്ടി സ്ഥാപിച്ചിട്ടുണ്ട്. പ്രധാന ആശുപത്രികളിലും ചിൽഡ്രൻസ് ഹോമുകളിലും പെട്ടികൾ സ്ഥാപിക്കും. ചടങ്ങിൽ ബോധവൽക്കരണ പോസ്റ്ററുകളുടെ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. ശ്രദ്ധയും പരിചരണവും ആവശ്യമായ കുട്ടികളെ കണ്ടെത്തുന്നതിനുള്ള വൾനറബിൾ മാപ്പിംഗ് ഫോമുകളുടെ വിതരണോദ്ഘാടനം ജില്ലാ കളക്ടർ ആനി ജൂല തോമസ് നിർവഹിച്ചു. ഫോമുകളിലൂടെ ദുരിതമനുഭവിക്കുന്ന കുട്ടികളെ കണ്ടെത്തി ആവശ്യമായ തുടർ സംരക്ഷണവും സഹായവും ഉറപ്പാക്കും. പരിപാടിയിൽ ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ എൽ രഞ്ജിനി, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ ജി പ്രസന്നകുമാരി, ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അംഗങ്ങളായ സനിൽ വെള്ളിമൺ, മീനകുമാരി, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗം ആശാദാസ്, ചൈൽഡ് ഹെൽപ്പ് ലൈൻ കോർഡിനേറ്റർ എസ് ദീപക് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.